ഇവളെ പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം ഭയങ്കര തെറിയായിട്ട് സൽമാൻ നല്ലൊരു വീഡിയോ കണ്ടതിന്റെ പുറത്താണ് നമ്മൾ നിങ്ങളെ ചോദിച്ചത്. എന്താണ് ശരിക്കും അവിടെ പറ്റിയത്? എന്താണ് ആരെ ഭാഗത്താണ് തെറ്റ്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ ആ ഐ ലവ് മെട്രോ എന്ന് എഴുതിയ ആ ഒരു ഏരിയ ഉണ്ട്, ലുലുക്ക് ഉള്ള എൻട്രി ഹൈവേയുടെ അവിടെ ഞാനും ഇവളും നമ്മുടെ വേറെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അവരിയ്ക്കുകയാണ്. ഞങ്ങളുടെ ഒരു സിനിമയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്യായിരുന്നു. അയാൾ വരുന്നതിന്റെ ഇടക്കാണ് ഈ സംഭവം. അപ്പോൾ ഞങ്ങൾ സംസാരത്തിന്റെ ഇടയിൽ ഞങ്ങൾ കളിച്ച് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ഇയാൾ നേരെ മുന്നോട്ട് വന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ രണ്ടടി മുന്നോട്ട് വരുന്ന കാണുന്നത്. അയാൾ വന്നിട്ട് നേരെ ചോദിക്കുന്നത് നീ എന്തിനാ ചിരിച്ചത്? അപ്പൊ എന്റെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമഡി ട്രാക്കിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എന്റെ മുഖം എന്റെ ചിരി, ഞാൻ ചിരിച്ച എന്താ കുഴപ്പമൊന്നുള്ളതിൽ. അപ്പോഴും ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെങ്ങനെ വീഡിയോയിൽ കാണുന്നു, അങ്ങനെ മുമ്പിൽ ഒരാൾ വന്നിട്ട് നമ്മളോട് പെട്ടെന്ന് നീ എന്തിനാ ചിരിച്ച്, നീ എന്തിനാ കളിയാക്കിയെന്നൊക്കെ ചോദിച്ച് പിന്നെ എന്നുവെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുന്നോടത്തുനിന്ന് ഞാനൊന്ന് എണീറ്റ് ഞങ്ങളെല്ലാവരും എന്താ ചേട്ടാ എന്താ പ്രശ്നം എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ അയാൾ ഒരു തെറിവാക്കും കൂട്ടി വിളിച്ചിട്ടാണ് പിന്നെ ഒരു തള്ളു തള്ളിയിട്ട് നീ എന്തിനാണ് ചിരിച്ച്, എന്തിനാ കളിയാക്കി, നിങ്ങൾ എല്ലാവരും കളിയാക്കും, ഇതേപോലെ ഒരുപാട് ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്തക്ക് വിളിച്ചു ഇതാണ് ഉന്തിയത്. അപ്പോഴാണ് നമ്മൾ അങ്ങോട്ടും നമ്മുടെ കയ്യിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പോയത്. അതിനുശേഷം അതിന്റെ ഞങ്ങൾ തമ്മിലുള്ളൊരു കച്ചറ, ഞാനും അയാൾ ഈ ആറാട്ടണ്ണനും തമ്മിലുള്ളൊരു കച്ചറ രൂപത്തിലേക്ക് പോകുന്ന സമയത്ത് ഇവളെ പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലൊരു സംഭവം ഭയങ്കര തെറിയായിട്ട് പറഞ്ഞ് അവളുടെ കയ്യമ്മ കയറി പിടിക്കുന്ന സംഭവം. കയ്യമ്മ കയറി പിടിച്ചിട്ട് അതിനുശേഷം നമ്മുടെ എക്സിലേറ്റർ കയറി കഴിഞ്ഞിട്ട് ആ ടിക്കറ്റ് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു സംഭവം. അതൊക്കെ ചില ഫാമിലീസൊക്കെ അവിടെ വന്ന ഫാമിലീസും അവിടുത്തെ ചില സെക്യൂരിറ്റീസും ഒക്കെ കണ്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ പോയിട്ട് ആ കച്ചറ പിന്നെ എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ പുറത്തായിരുന്നല്ലോ, ആ വീഡിയോയിൽ കാണുന്ന ആ ഉന്തുന്നുള്ളിലാണ് ഇതാക്കുന്നത്. അപ്പോൾ അയാളിപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പിടിച്ച് മാന്തിയതും ഇതാക്കിയതൊക്കെ ഉണ്ട്. അതാ തള്ളിൻ്റെ ഉള്ളിൻ്റെ ഇടയിൽ കൊള്ളുന്ന സംഭവം എന്നുള്ളതിൽ ഞാനത് വിട്ടതായിരുന്നു. പിന്നെ ഇന്ന് അവർ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഇങ്ങനെ ഒരു കേസ് കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ പിന്നെ നമ്മൾ അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് എത്തി, അവർ വിളിപ്പിച്ചതൊന്നുമല്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് കളമശ്ശേരി മറ്റേ മെട്രോ പോലീസ് സ്റ്റേഷനിൽ എത്തി കാര്യങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഇനി അയാളുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവൂല എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള് പരാതി കൊടുക്കാൻ നിന്നിരുന്നത് വനിതാ സെല്ല് മുഖാന്തരമുള്ള അവളെ അങ്ങനത്തെ രൂപത്തിൽ തെറി വിളിച്ചു, അതിന് കറക്റ്റ് ആയിട്ടുള്ള തെളിവ് കാര്യങ്ങൾ കയ്യിലുണ്ട്. അതേപോലെ തന്നെ കൈ കയറി പിടിച്ചു എന്നുള്ള സംഭവം വെച്ചിട്ടുള്ളൊരു മൂവിങ് ആയിരുന്നു. അതിപ്പോൾ നമ്മൾ താൽക്കാലികം സ്റ്റോപ്പ് എന്നുള്ള സംഭവത്തിൽ വെച്ചിട്ടുണ്ട്. അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിയുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനി സംഭവം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ മുന്നോട്ട് എന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു എൻഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് വരില്ല എന്ന് വിശ്വസിക്കാം. എന്താണ് ഉണ്ടായത്? അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചുമ്മാ കയറിയിട്ട് വന്ന് തന്തക്ക് വിളിക്കുന്നു, ദേഹത്ത് തള്ളുന്നു, ചുമ്മാ തെറികൾ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ അത്രയും ക്ഷമ അത് കേട്ടുവെച്ചാൽ എനിക്കില്ല. അവിടെ ഉണ്ടായ ഒരു പ്രഷറിൽ ഉണ്ടായ സംഭവം. അതല്ലാതെ നമ്മൾ അതിന്റെ മുമ്പ് ഒരു പേഴ്സണലി മെസ്സേജ് ചെയ്യേ അതല്ലെങ്കിൽ എന്താ അവരോട് നേരെ കണ്ട് സംസാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക ഒന്നും ചെയ്തിട്ടില്ല. അയാൾക്ക് തെളിയിക്കാൻ പറ്റൂല, ഇല്ല ഒന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്നു 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ഇതേപോലെ ലുലുവിൽ ഇരിക്കുന്ന സമയത്ത് ഇവരും വേറെ അവരുടേതായിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരിങ്ങനെ ഇരുന്ന് ചുമ്മാ മീറ്റിംഗ്സ് എന്തായിട്ട് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു എന്നല്ലാണ്ട് നമുക്ക് അങ്ങനത്തെ പരിചയങ്ങളൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞു വെച്ചാൽ ഗുരുവായൂരമ്പല നടയിൽ ആ സിനിമേനെ കുറിച്ച് പറഞ്ഞ അവിടെയാണ് മൊത്തത്തിൽ ഇപ്പൊ അതിങ്ങനെ നിൽക്കുന്നത്. ആ ഗുരുവായൂരമ്പല നടയിൽ നമ്മൾ അതിൽ ഒരു 22 ഡേയ്സ് ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, ചെറിയൊരു പരിപാടിയൊക്കെ ആയി. അപ്പൊ അതില് വലിച്ചിട്ട് അതിന്റെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഞാൻ കയറി തല്ലി എന്ന് പറയുന്നത്. ഞാൻ അത്രക്ക് കൊണ്ടണമെന്നല്ല, അതിന്റെ എന്താണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വേറെ ക്രൂ മെമ്പേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരാളെ അതിനും വേണ്ടിയിട്ട് അയാളെ തല്ലാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അയാളെ കുറിച്ച് അറിയാവുന്ന ആളുകൾ അതിന്റെ പുറകെ പോകാൻ ചാൻസസ് കുറവാണ്. അപ്പൊ ഇതാ സംഭവിച്ചത്, അതെല്ലാവർക്കും മനസ്സിലായി. പിന്നെ അയാളുടെ കയ്യിലുള്ളൊരു സ്ക്രാച്ചായി മറ്റേ ഇത് കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. അതും ചില വീഡിയോസുകളിൽ കറക്റ്റായിട്ട് ഇത് പറയുമ്പോൾ ശരി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കറക്റ്റായിട്ട് അയാൾ തന്നെ ആ ഫോണ് പിടിച്ചിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ കാറ് അടക്കുന്നൊരു സംഭവമുണ്ട്. അത് ആ കൈ കൊണ്ടാണ് കറക്റ്റായിട്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഒരു ചാനലിൽ അത് കറക്റ്റായിട്ട് ഔട്ടായിട്ടുണ്ട്. ഞാൻ ഫിലിം വർക്കാണ്, റൈറ്റിംഗ് ആക്ടർ പരിപാടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോങ് റെക്കോർഡിങ്സ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഓഗസ്റ്റിൽ തുടങ്ങും പരിപാടി. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ നാട് ശരിക്കും നിലമ്പൂരാണ്, മലപ്പുറം ഡിസ്ട്രിക്ട്. പ്രശ്നങ്ങൾ ഇനി അയാളെ ഭാഗത്തുനിന്ന് വന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അയാളിപ്പോ ഇനി പറയുന്നുണ്ട് മീഡിയാസിലൊന്നും പോയി പറയൂല അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ അയാൾ പറയുമ്പോ നമ്മൾ ഇനിയിപ്പോ അത് കേട്ട് നിൽക്കുക, അതല്ലെങ്കിൽ അവര് ഉന്നയിച്ച ചില കാര്യങ്ങൾ ഞാൻ ലൈവ് ഇടരുത് എന്നുള്ള. അപ്പൊ ഞാൻ ലൈവ് ഒരിക്കലും ഇടൂല, ഞാൻ ഇടൂല. അത്രേ ഇതാണ് ഓൾമോസ്റ്റ് സോൾവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഭാഗത്ത് ഇനിയിപ്പോ അയാൾ എല്ലാവരും പറയുന്നത് ഭ്രാന്ത് കാര്യങ്ങൾ ഇങ്ങനെ. അപ്പൊ ഭ്രാന്ത് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അയാൾ അത് വീട്ടിൽ വെച്ചിട്ട്
പുറത്തിറങ്ങായിരിക്കും ബെറ്റർ എന്നുള്ളതേ ഉള്ളൂ. ഇവൾക്കുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവളോട് സോറി പറയണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അത് വേറെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു ട്രാക്കിലാണ് വിട്ടു എന്നുള്ളതാണ്. അങ്ങനത്തെ കാര്യം ചുമ്മാ ഇനിയിപ്പോ അതുമ്മ കയറി പിടിക്കണ്ട എന്നുള്ളതും അയാളുടെ പുറകെ എന്നുള്ളതും. ഞങ്ങൾക്കും കരിയറൊക്കെ ഉള്ളതാ. അപ്പൊ പിന്നെ അത് ഞങ്ങക്ക് കോടതി പോയി അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. അപ്പൊ ഈ കരിയർ ഞങ്ങക്ക് ഇനി മുന്നോട്ടാണ്. ഇയാൾക്ക് പണിയില്ലെന്ന് വെച്ച് ഞങ്ങൾക്ക് പണിയുണ്ട്. ആക്ടറാണോ? ഞാനും ചെയ്യുന്നുണ്ട്, റൈറ്റിംഗ് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ താങ്ക് യു.